ഓയ് ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വെള്ളരികളൊക്കെ കഴിഞ്ഞ് വെച്ചാൽ അതിനൊരു മരുന്നടിക്കാത്തതുണ്ട്, ഒരു പൊടി വന്നു കറുത്തിട്ടില്ല, അതിൻ്റെ നീരുകളൊക്കെ ഊറ്റി കുടിക്കുന്ന പൊടി കായ്ച്ചിട്ട് അത്യാവശ്യം കായ്ച്ചു, എന്നാലും മോശമാണ്. കഴിഞ്ഞില്ലത്തെ അത്രയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയത് വെച്ചാൽ എൻ്റെ ടെറസിൻ്റെ 2ാം നിലേൻ്റെ മുകളിലാണ്. പ്ലെയിൻ വാർപ്പാണ്, അതൊക്കെ കാണുക കാട്ടിത്തരട്ടോ. അത് വാട്ടർ ടാങ്കാണ് കേട്ടോ. അങ്ങനെ മനസ്സിലായില്ലേ, 2ാം നിലേൻ്റെ മുകളിലാണല്ലേ. വെള്ളരികൾ കുറച്ചും കൂടെ അവിടെ ഉണ്ട്. വെള്ളരി അപ്പോൾ അത് പറിച്ചിട്ട് പുതിയ വെള്ളരി വെക്കുമല്ലോ. അത് കുറച്ചില്ല, 10 കിലോണൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ അവിടെ കിടക്കണ്ടല്ലേ. 1 2 3 4 5. അപ്പോൾ ഈ വെള്ളരി തൈ നമുക്ക് വെച്ചേക്കുന്നത് വലിയ ലാഭകരമൊന്നുമല്ല. അപ്പോൾ ഇത് പറിച്ചൊഴിവാക്കിയിട്ട് നമുക്ക് വേറെ വെക്കലാണ്. 2 വത്തക്ക ഉണ്ടായിട്ടാണ്, വത്തക്ക കുഴപ്പമില്ലാത്ത ചെറിയ 2 വത്തക്ക കിട്ടിയത്. ഈ ചൂട് കൂടിപ്പോയി കേട്ടോ. നല്ല നല്ല വെള്ളരിയാണ്, വെള്ളരി വെക്കണം. അപ്പോൾ അത് ഞാൻ പറിച്ചിട്ട് ഒഴിവാക്കാൻ പോകും. വള്ളിയൊക്കെ വെട്ടി പറിച്ച് ഒഴിവാക്കാൻ പോകും. അത് ഇതൊരു വെള്ളരി ഇതൊക്കെയാണ്. പിന്നെ 2 വെള്ളരി ഉണ്ടോ, 2 വെള്ളരി അല്ല, ഒരു വെള്ളരിയൊക്കെ ഒരു 1/2 കിലോ ഇതിനൊക്കെ മേലെ വെള്ളരിയാണ്. നമ്മൾക്ക് ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കുന്ന ടെറസിൻ്റെ മുകളിൽ നമുക്ക് ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇട്ടാൻ പറ്റില്ല. ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് കേടൊന്നും വരില്ല. അങ്ങനെ ഒരുപാട് കാലം വെള്ളരി വെച്ചേക്കാം. 4 ഇപ്പോൾ ഒരു മാസം വെച്ചാൽ വെള്ളരിക്ക ഉണ്ടാവും. ഒരു 2 ഒരുമിച്ചുണ്ടാവും, ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഇനി ഇത് വെച്ചാൽ ഇനി ഇതുപോലേക്ക് മെനക്കെട്ടാൽ നമുക്ക് നഷ്ടം. വെള്ളരി ഉണ്ടാകുന്നുണ്ട്, ചെറിയ ചെറിയ വെള്ളരികൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഭയങ്കര നഷ്ടം. വെള്ളരി ബിരിയാണി ഉണ്ടല്ലേ ഇതട്ടോ, വെള്ളരി ഇതാ ഇത് വെച്ചാൽ നമുക്ക് നഷ്ടമാണ്. ഞങ്ങൾ വേറെ തിന്ന നോക്കല്ലോ, നല്ല ടേസ്റ്റാണ്. കക്കിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നാം. എൻ്റെ വിട്ടൊക്കെ ഉണ്ട് 2 വെള്ളരി. ഇത് 3 മാസം മുന്നേ ചെയ്ത കൃഷിയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് മാത്രം ഇട്ടിട്ട് ആ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുക. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് കൃഷി ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ വെള്ളരിന് ഇട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് തിന്നാൻ. പച്ചല് കൊണ്ടൊക്കെ പാടത്ത് കൃഷി ഉണ്ടാക്കുന്ന കാലത്ത് നിങ്ങൾ തിന്നതാണ് നമുക്ക് ഓർമ്മ ഉണ്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കംപ്ലീറ്റ് പറിച്ചിട്ട് ഇനി വേറെ കൃഷി ചെയ്യണം. 4 5 6 7 8 9 10 11 12 13 ചെറുതാട്ടാ 14
15 ഉണ്ടോ 16 17 വെള്ളരി ഞങ്ങൾ ഇവിടെ പറിച്ചു ഈ ചെറിയൊരു സ്ഥലത്ത് വെള്ളരികൾ ഉണ്ട് 18 ഉണ്ടോ ചെറിയ വെള്ളരി കേട്ടോ അത് പച്ച വെള്ളരി ഉണ്ടോ അത് വെള്ളി പറിച്ചൊഴിവാക്കല്ല ഒരു ബക്കറ്റ് വെള്ളരി ഇട്ട് ഇവിടെ എടുക്കണ്ടേ ഇത് പറിച്ചൊഴിവാക്കല്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കായകളൊക്കെ ഇവിടെ ഉണ്ട് നേരിട്ട് കേട്ടോ 100 കിലോ 90 ഉണ്ടോ 20 വെള്ളരി ഞാനിപ്പോൾ ഇവിടെ നിസ്സാര നേരം കൊണ്ട് പറിച്ചു ഒഴിവാക്കട്ടെ ഈ വെള്ളരീൻ്റെ ഇവർ വന്നൊരു അടയാളം കണ്ടില്ല കറുപ്പ് അടയാളം കണ്ടില്ലേ ആ അടയാളം വന്നതാണ് ഈ വെള്ളരി ഇങ്ങനെ ആവാനുള്ള കാരണം അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ മരുന്നടിക്കാത്തൊരു പ്രശ്നം കേട്ടോ ഇത് മേലായ ഭയങ്കര ചൊറിച്ചിലാണ് അപ്പോൾ ഇത് പറിച്ചൊഴിവാക്കിയിട്ട് എനിക്ക് വേറെ വെള്ളരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വെള്ളരി വെച്ച് നമുക്ക് ഇതേ നന തന്നെ നമ്മളൊരു 3 മാസം കൂടെ കാണിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളരി അപ്പോൾ ഇത് പറിച്ച് വൃത്തിയാക്കിയിട്ട് ഞാനൊരിടത്ത് ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ഞാൻ പറിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഒരു ബക്കറ്റ് ഒരു 20 കിലോ വെള്ളരി ഉണ്ടാവും 20 കിലോ വരെ വെള്ളരി ഇപ്പോൾ കിട്ടി നാളെ ഒരു 20 കിലോ പറിച്ചു 50 കിലോ വെള്ളരി വരെ ഞങ്ങൾ പറിച്ച് ഇതൊക്കെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആകുമ്പോൾ ഇനി നമുക്ക് നല്ല വില കിട്ടും നല്ല വില പറഞ്ഞാൽ ഇടനിലക്കാരില്ലാണ്ട് കർഷകന് വില ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് ഇന്നിപ്പോൾ എല്ലാം ചൂഷണമല്ലേ ചൂഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടണം അവർക്കൊരു പൈസ കിട്ടണം അതിനെ കൊണ്ടാണ് ഒരു വലിയ വാടക കൊടുത്ത് ചെയ്യണതല്ലേ പക്ഷെ നമുക്കത് ഭയങ്കര ക്ഷീണമായി വരും കൃഷി ചെയ്യാനുള്ള ചടപ്പൊക്കെയായി വരും അതിലിപ്പോൾ ഒരു മരട് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വെച്ചത് അതിനോണ്ട് ആ മരട് അവിടെ മഞ്ഞ കളർ വന്നത് അതൊക്കെ സൂക്കടാണ് അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു കൃഷി ഞാനിപ്പോൾ ഇവിടെ ഇറക്കും പുതിയ കൃഷി കഴിഞ്ഞാൽ വെള്ളരി കൃഷി തന്നെ അതെന്താ വെച്ചാൽ വിത്ത് അവിടെ ഉണ്ട് വിത്തുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം ഗ്രോ ബാഗൊക്കെ ഒരു 2 ബക്കറ്റ് മണ്ണിര കമ്പോസ്റ്റ് ഇതിലിട്ടിട്ടാണ്ട് മിക്സ് ചെയ്തിട്ട് അതിലാണ് കുഴിച്ചിട്ടാൽ അപ്പോൾ നമുക്ക് നല്ല വെള്ളരി കിട്ടും ഈ വെള്ളരി ഓർഗാനിക് ആയി കിട്ടുന്ന വെള്ളരി ഒരു 15 ദിവസം 20 ദിവസം ഒരു മാസം വെച്ചാലും നമുക്ക് വെള്ളരി കേട് വരില്ല അത്രയും ഗ്യാരണ്ടിയാണ് ഇതൊക്കെ ഇത് കണ്ടോ ഇത് 2 കെട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഇതൊക്കെ കേടുന്ന ഇതായിട്ടാണ് ഞാൻ ചൂടിനെ കൊണ്ട് കേടുന്നുണ്ട് പിന്നെ കുത്തലും കൂടും നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ നമ്മൾ മരുന്നടിക്കുന്ന പ്രശ്നങ്ങളൊന്നും നിൽക്കില്ല മരുന്നടിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള രീതി ചെയ്യൂല പുറത്താണെങ്കിലൊക്കെ നമ്മൾ മരുന്നടിക്കുക കേട്ടോ 15ഓളം കവറാണ് അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യണം കേട്ടോ